ഹലോ മക്കൾ, സൈലത്തിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. സംസാരിക്കുന്ന ജെകെയാണ് നിങ്ങളുടെ ഫിസിക്സ് അധ്യാപകൻ. എന്റെ പൊന്നു മക്കൾസ്, നമുക്കിനി അടുത്ത് വരാനിരിക്കുന്ന എക്സാം, അതായത് നമ്മൾ ഓണപരീക്ഷയിൽ നമുക്ക് സ്ഥിരം കണ്ടുവരുന്ന ഒരു ചോദ്യമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന ആളുകൾ ഒരിക്കൽ പോലും സ്കിപ്പ് ചെയ്യാതെ വളരെ ക്ലിയർ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ അടുത്ത വരാനിരിക്കുന്ന പരീക്ഷയിൽ ഈ മാർക്ക് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ലഭിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി എല്ലാവരും ഞാൻ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. അപ്പൊ ഹായ് മക്കൾസ്, ആർക്കും ഒരു കുഴപ്പം ബുദ്ധിമുട്ടും മനപ്രയാസം ഇല്ലാന്ന് വിചാരിക്കുന്നു. ഏതായിരിക്കും ആ ഒരു ക്വസ്റ്റ്യൻ? നമ്മളെ സെക്കൻഡ് ചാപ്റ്റർ മോഷൻ, ചലനം എന്നുള്ള ചാപ്റ്ററിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, എപ്പോഴും പരീക്ഷയിൽ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം. അതുകൊണ്ട് തന്നെ ആ ചിത്രത്തിലേക്ക് നമുക്ക് കിടക്കാം. ചില കുട്ടികൾക്കൊക്കെ ഈ ഒരു ചിത്രം കാണുമ്പോഴേ ദേഷ്യമായിരിക്കും. പക്ഷേ നിങ്ങൾ ഒന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്റെ മക്കൾസ്. ഇങ്ങനെ ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ ഇതിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഈ ചിത്രം കണ്ടു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇതോടെ ഉറപ്പിക്കുക. എന്തായിരിക്കും ആ ഉറപ്പിക്കേണ്ടത്? ഇതാ നോക്കൂ, ഇവിടെ ABC എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഒരു പേഴ്സൺ, ഒരു ആൺകുട്ടിയാവാം അല്ലെങ്കിൽ പെൺകുട്ടിയാവാം, ആരുമാവാം, എയിൽ നിന്ന് യാത്ര തുടങ്ങി. അപ്പൊ എയിൽ നിന്ന് ട്രാവൽ ചെയ്ത് ബിയിലെത്തുന്നു, അങ്ങനെ ബി വഴി സിയിലേക്ക് എത്തുന്നു, അങ്ങനെ സി വഴി എയിലേക്ക് എത്തുന്നു. ഈ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ് സാധാരണ വരിക. അപ്പൊ ഒരു എക്സാമ്പിള്, ഒരു പേഴ്സൺ എന്ന് പറയുന്നു എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബിയിലെത്തി, ബി വഴി സിയിലെത്തി എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ അയാൾ എത്ര ദൂരം സഞ്ചരിച്ചു? ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് എത്ര ദൂരമാണ്, അല്ലെങ്കിൽ എത്ര ഡിസ്റ്റൻസ് അയാൾ ട്രാവൽ ചെയ്തു എന്നൊരു ക്വസ്റ്റ്യൻ സ്ഥിരം കണ്ടുവരുന്ന ഒരു ചോദ്യമാണ്. ഇനി അതോടൊപ്പം തന്നെ എയിൽ തുടങ്ങി ബിയിലെത്തി, ബിയിൽ നിന്ന് സിയിലേക്ക് എത്തി എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ നമുക്കറിയാവുന്ന ഒരു കാര്യം, ഈ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഇതൊക്കെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരിക. അപ്പൊ ഇതും നമുക്ക് എപ്പോഴും ചോദ്യം വരുന്ന രണ്ട് രീതിയിലുള്ള ചോദ്യം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് ടോട്ടൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, ഒരാൾ ഏകദേശം എത്ര ദൂരം സഞ്ചരിച്ചു എന്നൊരു ക്വസ്റ്റ്യൻ വരും. അപ്പൊ ഈ ചിത്രത്തിലേക്ക് നോക്കുക, എയിൽ നിന്ന് തുടങ്ങി ബിയിലെത്തി, അയാൾ എത്ര ദൂരം സഞ്ചരിച്ചു? 20 മീറ്റർ ദൂരം സഞ്ചരിച്ചു. ബിയിൽ നിന്ന് സിയിലേക്ക് എത്തി, അപ്പൊ എത്ര ദൂരം സഞ്ചരിച്ചു? 60 മീറ്റർ ദൂരം സഞ്ചരിച്ചു. അങ്ങനെയെങ്കിൽ ടോട്ടൽ എത്ര ദൂരം സഞ്ചരിച്ചു? ഇവിടെയുള്ള 20ഉം ഇവിടെയുള്ള 60ഉം കൂട്ടിയാൽ മതി, ആഡ് ചെയ്താൽ മതി, വേറെ ഒന്നുമില്ല. വളരെ ഈസി അല്ലേ? പല കുട്ടികൾക്ക് ഈ ചിത്രം കാണുമ്പോൾ ഒരു ദേഷ്യം തോന്നിയേക്കാം, പക്ഷെ ഇപ്പൊ ദേഷ്യം തോന്നുന്നില്ലല്ലോ. എയിൽ നിന്ന് തുടങ്ങി ബി വഴി സിയിലേക്ക് എത്തിയപ്പോൾ അയാൾ ആകെ ടോട്ടൽ മൊത്തം എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് ചോദിച്ചാൽ, ഇവിടെയുള്ള 20 മീറ്ററും ഇവിടെയുള്ള 60 മീറ്ററും കൂട്ടിയാൽ മതി, നേരെ ആഡ് ചെയ്താൽ മതി, ഒന്നുമില്ല, വളരെ ഈസി. ഇനി അതോടൊപ്പം തന്നെ അങ്ങനെയെങ്കിൽ അയാൾ ഇവിടെ 80 മീറ്റർ ദൂരം സഞ്ചരിച്ചു, അതിന് എത്ര സമയം എടുത്തു? വീണ്ടും നിങ്ങൾ ഈ ചിത്രത്തിലേക്ക് നോക്കുക, ഇവിടെ നോക്കൂ, എയിൽ നിന്ന് ബിയിലേക്ക് എത്താൻ 20 മീറ്റർ ദൂരം സഞ്ചരിച്ചു, അതിന് എത്ര സമയം എടുത്തത്? 4 സെക്കൻഡ്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ആസ്പദമായിട്ടുള്ള എല്ലാ പോയിന്റും നമ്മളെ ചിത്രത്തിനകത്ത് തരും. അതുകൊണ്ട് തന്നെ ആരും ഒരു കൺഫ്യൂഷൻ വരാൻ പാടില്ല. അപ്പൊ നോക്കി, എയിൽ നിന്ന് ബിയിലേക്ക് എത്താൻ 20 മീറ്റർ ദൂരം സഞ്ചരിച്ചു, അങ്ങനെ എത്ര സമയം എടുത്തു? 4 സെക്കൻഡ്, 4 സെക്കൻഡ്. ബിയിൽ നിന്ന് സിയിലേക്ക് എത്താൻ 60 മീറ്റർ ദൂരം സഞ്ചരിച്ചു, എത്ര ടൈം എടുത്തു? 6 സെക്കൻഡ്. അങ്ങനെയെങ്കിൽ എന്റെ ചോദ്യം ഇതാണ്, എയിൽ നിന്ന് ബി വഴി സിയിലേക്ക് എത്താൻ 80 മീറ്റർ ദൂരം അയാൾ സഞ്ചരിച്ചു. അങ്ങനെയെങ്കിൽ ആകെ ടോട്ടൽ മൊത്തം എത്ര സമയമെടുത്തു? ഇവിടെയുള്ള 4 സെക്കൻഡും ഇവിടെയുള്ള 6 സെക്കൻഡും കൂട്ടിയാൽ മതി. അപ്പോൾ ടോട്ടൽ സമയം നമുക്ക് കിട്ടി. അപ്പൊ ഈ ഒരു ചിത്രത്തിൽ നമുക്ക് ടോട്ടൽ ദൂരം കാണാം, ടോട്ടൽ സമയം കാണാം. അങ്ങനെയെങ്കിൽ സമയം ദൂരം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ വരും, വാട്ട് ഈസ് ദ സ്പീഡ്? അല്ലേ? എന്തായിരിക്കും ഇവിടുത്തെ വേഗം, ഇവിടുത്തെ വേഗത? അയാൾ എയിൽ നിന്ന് ബി വഴി സിയിലേക്ക് എത്താൻ 80 മീറ്റർ ദൂരം സഞ്ചരിച്ചു, അതിന് എത്ര സമയം എടുത്തു? 10 സെക്കൻഡ് സമയം എടുത്തു. 10 സെക്കൻഡ് കൊണ്ട് അയാൾ 80 മീറ്റർ ദൂരം സഞ്ചരിച്ചു. അങ്ങനെയെങ്കിൽ അയാളുടെ സ്പീഡ്, വേഗത എത്രയായിരിക്കും? ഇക്വേഷൻ നമുക്കറിയാം, എന്താണ്? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. വേഗം സമം ദൂരം ബൈ സമയം. ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, ആൻസർ കിട്ടി. അപ്പൊ സ്പീഡ് കാണാൻ ഇക്വേഷൻ എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം. അല്ലെങ്കിൽ വേഗം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ദൂരം ബൈ സമയം. ദൂരം നമുക്കറിയാം. ഈ ചിത്രത്തിലേക്ക് നോക്കൂ, എയിൽ നിന്ന് തുടങ്ങി ബി വഴി സിയിലെത്തിയപ്പോൾ 80 മീറ്റർ ദൂരം സഞ്ചരിച്ചു, അതിനു വേണ്ട സമയം 4 സെക്കൻഡും 6 സെക്കൻഡും. നേരെ കൂട്ടി എഴുതിയാൽ മതിയില്ലേ? അപ്പൊ ജസ്റ്റ് ഇവിടെ നോക്കുക. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാല് ഈ 20 + 60 എന്ന് വരും അല്ലേ?
20 + 60 ഇവിടെ എത്ര വരും? 4 സെക്കൻഡ് 6 സെക്കൻഡ്. അങ്ങനെയെങ്കിൽ എത്ര കിട്ടി നമുക്ക്? 80/10. 80/10 ആണ് 0 0 ക്യാൻസൽ ചെയ്യാം. 8. അപ്പൊ 8 മീറ്റർ/സെക്കൻഡ്. അപ്പൊ സ്പീഡ് ഇപ്പൊ എങ്ങനെ കിട്ടി? അപ്പൊ എപ്പോഴും നമുക്ക് ഈ ഒരു ചിത്രത്തിനെ ബേസ് ചെയ്തിട്ട്, എന്റെ പൊന്നു മക്കൾസ്, ഈ ചിത്രത്തിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ സ്പീഡ് കാണാൻ വരും. അപ്പൊ ഇനി ആരും തെറ്റിക്കാൻ പാടില്ല. അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ഇതേ ചിത്രത്തിൽ തന്നെ നോക്കുക. ഇതിൽ നിന്ന് അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വെലോസിറ്റി, പ്രവേഗം എത്രയായിരിക്കും ചോദിക്കും. അപ്പൊ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്നാണ്. വെലോസിറ്റിയെ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ എന്ത് പറയും? പ്രവേഗം. എന്താ പറയാ? പ്രവേഗം ഈസ് ഈക്വൽ ടു സ്ഥാനാന്തരം ബൈ സമയം. ഇതാണ് നമ്മൾ ഇക്വേഷൻ. അപ്പൊ ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് വീണ്ടും അതിന്റെ ആൻസർ കിട്ടും. നോക്കിക്കോളൂ. ഇവിടെ എയിൽ നിന്ന് തുടങ്ങി ബി വഴി സിയിലെത്തി എന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെ താഴത്തൊരു നമ്പർ തന്നിട്ടുണ്ട്. സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് അല്ലേ? അതായത് ഈ തുടങ്ങിയ പോയിന്റിൽ നിന്നും അവസാനിക്കുന്ന പോയിന്റ്, ഇനീഷ്യൽ പോയിന്റിൽ നിന്നും ഫൈനൽ പോയിന്റിലേക്കുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസിനെ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ്, സ്ഥാനാന്തരം. അപ്പൊ മക്കളെ ഇതന്നെ ശ്രദ്ധിക്കണം. ഇങ്ങനെ ഒരു ചിത്രം തന്നു കഴിഞ്ഞ് താഴെ ഇവിടെ ഒരു നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ ഒരു കൺഫ്യൂഷൻ വേണ്ട. അതേതാണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ്, സ്ഥാനാന്തരം. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? എല്ലാവരും ക്ലിയർ ആയി ശ്രദ്ധിക്കുന്നില്ലേ? അപ്പൊ നോക്കി ഇവിടെ എത്രയായിരിക്കും? 70 മീറ്റർ എന്ന് പറഞ്ഞാൽ അതാണ് അതിന്റെ സ്ഥാനാന്തരം. അപ്പോൾ ചില കുട്ടികൾക്ക് ഒരു കൺഫ്യൂഷൻ, മാഷേ അവിടെ സമയം തന്നിട്ടില്ലല്ലോ. സമയം തരൂല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മുകളിൽ തന്ന അതേ ടൈം തന്നെയാണ് ഇവിടെ എടുക്കേണ്ടത്. മക്കളെ ഓർത്തേക്കുക, മുകളിൽ തന്ന അതേ ടൈം തന്നെയാണ് ഇവിടെ എടുക്കേണ്ടത്. അപ്പൊ ഇവിടുത്തെ പ്രവേഗം കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ 70 ഇവിടുത്തെ 4 + 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് ഡിസ്പ്ലേസ്മെന്റ്, സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇക്വേഷൻ പ്രവേഗം ഈസ് ഈക്വൽ ടു സ്ഥാനാന്തരം ബൈ സമയം എന്നാണ്, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്നാണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഏതാണ്? ഈ നേർരേഖാ ദൂരത്തിനെയാണ് നമ്മൾ സ്ഥാനാന്തരം എന്ന് പറയാം. ഈ നേർരേഖാ ദൂരത്തിനെ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം. ഈ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസിനെ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം. അങ്ങനെയെങ്കിൽ ഈസിയായി എന്ത് ചെയ്താൽ മതി? നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ 70 കിട്ടി ബൈ സമയം. ഇവിടെ ഏതെടുക്കണം? ഇതന്നെ എടുക്കണം. ഒരു കൺഫ്യൂഷൻ വരരുത്. അപ്പോൾ ഇവിടെ എത്രയാണ്? ഞാൻ 4 + 6 തന്നെ എഴുതാം. അങ്ങനെയെങ്കിൽ 70 70/10 0 0 ക്യാൻസൽ ചെയ്യുക. 7 മീറ്റർ/സെക്കൻഡ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട അടുത്തൊരു പോയിന്റ്, വേഗമായാലും പ്രവേഗമായാലും സ്പീഡായാലും വെലോസിറ്റി ആയാലും അതിന്റെ യൂണിറ്റ് സെയിം തന്നെയാണെന്ന് ഓർത്തേക്കുക. മീറ്റർ/സെക്കൻഡ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായോ മക്കൾ? ഇത് മനസ്സിലായോ? അങ്ങനെയെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നോക്കിക്കോളൂ. ഒരാൾ എയിൽ നിന്ന് ബി വഴി ഇവിടെ എത്തി എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ടോട്ടൽ സ്പീഡ് കാണാൻ പറഞ്ഞാൽ ഒന്നും വേണ്ട, 20 + 60 താഴെ ഈ സംഖ്യയെ കൊണ്ട് ഡിവൈഡ് ചെയ്താണ്. അപ്പൊ ഇക്വേഷൻ ഒന്നും വേണ്ട. 20 ഇവിടെ എത്രയാണ്? 20 + 60 ബൈ താഴെ എത്ര ഉണ്ട്? 4 + 6. ഇനി സ്ഥാനാന്തര ഡിസ്പ്ലേസ്മെന്റ് കാണാൻ പറഞ്ഞാല് ഇവിടെയുള്ള സംഖ്യ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇത്രേ ഉള്ളൂ. ഈ 2 ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് മുന്നേ വന്നൊരു പരീക്ഷന്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുക. ഒബ്സർവ് ദ ഡെപിക്ഷൻ ഓഫ് ദ പാത്ത് ടേക്ക് ബൈ എന്താണ് പേഴ്സൺ ആസ് ഹി മൂവ് ഫ്രം എ ടു സി ത്രൂ ബി എന്നാണ് തന്നിട്ടുള്ളത്. അങ്ങനെ ഫൈൻഡ് ഔട്ട് ദ സ്പീഡ്. ക്വസ്റ്റ്യൻ കണ്ടോ മക്കളെ? ക്വസ്റ്റ്യൻ കണ്ടില്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ഔട്ട് ദ വെലോസിറ്റി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ഔട്ട് ദ ഡിസ്പ്ലേസ്മെന്റ് ഇഫ് റിട്ടേൺ ബാക്ക് ടു എ. ഒരാൾ എയിൽ നിന്ന് തുടങ്ങിയിട്ട് ബി വഴി സിയിലെത്തി വീണ്ടും ഇങ്ങോട്ട് തിരിച്ചെത്തി വിചാരിക്കുക. അങ്ങനെയെങ്കിൽ അവിടുത്തെ സ്ഥാനാന്തര ഡിസ്പ്ലേസ്മെന്റ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? ഇതിന് മലയാളം മീഡിയത്തിന് ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. ഒരാൾ എയിൽ നിന്ന് ബി വഴി സിയിലെത്തി സഞ്ചാരപാത ചിത്രീകരിക്കും, നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അയാളുടെ വേഗം കണക്കാക്കുക, കണ്ടെത്താൻ പറ്റുമല്ലോ. അയാളുടെ പ്രവേഗം കണ്ടെത്താൻ പറ്റുമല്ലോ. തിരികെ എയിലെത്തിയാൽ ഒരാൾ ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ വന്ന് വീണ്ടും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എത്രയെന്ന് വെച്ചാൽ ഒരു കൺഫ്യൂഷൻ വേണ്ട. തുടങ്ങിയ പോയിന്റിൽ നിന്ന് അവസാനിക്കുന്ന പോയിന്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എപ്പോഴും 0. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു റൗണ്ട് അല്ലെ, സർക്കിൾ, ഒരു വൃത്താകൃതിയിൽ ഒരു കുട്ടി ഇങ്ങനെ ഓടുകയാണെങ്കിൽ അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 0. അപ്പൊ ഇവിടുന്ന് എയിൽ തുടങ്ങി ബി വഴി സി വഴി വീണ്ടും ഇവിടെ തന്നെ എത്തിയാൽ അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ 0 ആണെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പൊ സിയുടെ ആൻസർ നമ്മൾ ഒറ്റയടിക്ക് എഴുതി 0 എന്ന് എഴുതി. ഇനി ഫൈൻഡ് ഔട്ട് ദ സ്പീഡ് കാണാൻ എന്താ നമ്മൾ നേരത്തെ പറഞ്ഞത്? സ്പീഡ് കാണാൻ ഇക്വേഷൻ എന്താണ്? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലെ? ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെയുള്ള 20ഉം ഇവിടെയുള്ള 60ഉം കൂട്ടിയാൽ മതി. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 80. നേരത്തെ നമ്മൾ ചെയ്താണ് ബൈ. ഇനി ടൈം എത്രയാണ് എടുക്കുക? 4 സെക്കൻഡും 6 സെക്കൻഡും. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 10 0 വെട്ടി 8 മീറ്റർ/സെക്കൻഡ്. ഞാൻ തൊട്ട് മുന്നേ തന്നു
സെപ്പറേറ്റ് ആയിട്ട് ചെയ്തു തന്നിരുന്നു. ഇനി ക്വസ്റ്റ്യൻ കാണുമ്പോൾ ചില കുട്ടികൾക്ക് ഒരു കൺഫ്യൂഷൻ വരും, അതുകൊണ്ടാണ് ഞാൻ ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയുള്ളത്. അപ്പോൾ മക്കളെ നോക്കുക, അപ്പോൾ ഫൈൻഡ് ഔട്ട് ദ സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ടോട്ടൽ ഡിസ്റ്റൻസ് ഇവിടെ 20 + 60 എ മുതൽ ബി വഴി സിയിലെത്തി എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഫൈൻഡ് ഔട്ട് ദ സ്പീഡ് എന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒരു ചിത്രത്തിന് ബേസ് ചെയ്തിട്ട് സ്പീഡ് കാണാൻ പറഞ്ഞാൽ നമുക്ക് ഡിസ്റ്റൻസ് 20 + 60 അതാണ് 80 എന്ന് എഴുതിയത്. ബൈ ടൈം ഇവിടെ 4 സെക്കൻഡും 6 സെക്കൻഡും അതാണ് 10 കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 8 m/s. ഇനി ഫൈൻഡ് ഔട്ട് ദ വെലോസിറ്റി അത് തന്നെയാണ് ഇവിടെ ചെയ്യേണ്ടത് കേട്ടോ. അയാളുടെ വേഗം കണക്കാക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ചെയ്ത അതേപോലെ തന്നെ എന്താണ്, വേഗം ഈസ് ഈക്വൽ ടു സമം എന്താണ്, ദൂരം ബൈ സമയം. അപ്പൊ ഇവിടെ ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. ഇനി അയാളുടെ പ്രവേഗം വെലോസിറ്റി കണക്കാക്കാൻ പറഞ്ഞാൽ വെലോസിറ്റി കാണാൻ ഇക്വേഷൻ എന്താണ്, വെലോസിറ്റി കാണാൻ ഇക്വേഷൻ v ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, സ്ഥാനാന്തരം ബൈ സമയം. സ്ഥാനാന്തരമാണ് ഇവിടെ എന്ത് തന്നിട്ടുള്ള മക്കളെ, 70. അപ്പൊ ആ 70 എഴുതി ബൈ ടൈം, ഇവിടുത്തെ 2 ടൈം കൊടുത്താൽ മതി 10. അപ്പോൾ നമുക്ക് 7 m/s. ഇത് ഞാൻ നേരത്തെ ചെയ്ത്, അതുകൊണ്ടാണ് ഞാനൊരു ക്വസ്റ്റ്യൻ കാണിച്ചത്. അപ്പോൾ നോക്കുക, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ഔട്ട് ദ ഡിസ്പ്ലേസ്മെന്റ് ഇഫ് ദ റിട്ടേൺ ബാക്ക് ടു എ തുടങ്ങിയിട്ട് ഇങ്ങനെ വന്ന് എയിലേക്ക് തന്നെ റിട്ടേൺ ചെയ്തു. അങ്ങനെയെങ്കിൽ അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്, 0. എന്റെ പൊന്നു മക്കൾ, ഈ ഒരു ക്വസ്റ്റ്യൻ പഠിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഓണപരീക്ഷയ്ക്ക് പോകാൻ പാടില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു പിക്ചർ തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് അവിടുത്തെ ടോട്ടൽ അതായത് സ്പീഡ് കാണാൻ പറയും, വേഗം കാണാൻ പറയും, ഡിസ്പ്ലേസ്മെന്റ് കാണാൻ പറയും, സ്ഥാനാന്തരം കാണാൻ പറയും, അതോടൊപ്പം തന്നെ വെലോസിറ്റി കാണാൻ പറയും, പ്രവേഗം. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ഇനി കൺഫ്യൂഷൻ ആർക്കും വരാൻ പാടില്ല. മക്കളെ ക്ലിയർ ആണോ, മനസ്സിലായോ? ഞാൻ പറഞ്ഞതൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ, ആർക്കും ഒരു കുഴപ്പമില്ലല്ലോ, മനപ്രയാസമില്ല, സെറ്റ് അല്ലേ? സെറ്റാണെന്ന് എനിക്കറിയാം. അപ്പൊ ഒന്നുകൂടി നോക്കുക, ഇങ്ങനെ ചിത്രം തന്നാൽ ഇതിന് ഏതൊക്കെ ചോദ്യം വരാം, സ്പീഡ് കാണാൻ പറയാം. അപ്പൊ സ്പീഡിന്റെ ഇക്വേഷൻ പഠിക്കണം. എന്താണ്, സ്പീഡ് ഈസ് ഈക്വൽ ഡിസ്റ്റൻസ് ബൈ ടൈം, അതായത് വേഗം സമം ദൂരം ബൈ സമയം. ഇനി സ്ഥാനാന്തരം, പ്രവേഗം, വെലോസിറ്റി തന്നാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, പ്രവേഗം, സ്ഥാനാന്തരം ബൈ സമയം. അപ്പൊ സ്ഥാനാന്തരം ചിത്രത്തിലേക്ക് നോക്കണേ, ഇതാണ് ഡിസ്പ്ലേസ്മെന്റ്. ഈ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ് ഡിസ്പ്ലേസ്മെന്റ്, സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ് ഡിസ്പ്ലേസ്മെന്റ്. അത് ജസ്റ്റ് ഓർത്ത് വെക്കണം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇതിനകത്ത് സംഖ്യകൾ മാറിയിട്ടേ ഇനി ഈ നമ്പറുകളൊക്കെ മാറിയിട്ടേ ഇനി നമുക്ക് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരുള്ളൂ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയ ആളുകളൊക്കെ റെഡി ആണെങ്കിൽ ഇതിന്റെ താഴെ എന്ത് ചെയ്യണം, കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതണം. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ അതിനെക്കുറിച്ച് കമന്റുകളൊക്കെ എഴുതണം. ഇനി അതോടൊപ്പം തന്നെ ഈ ചാപ്റ്ററിനകത്ത് ഇനി ബുദ്ധിമുട്ടുള്ള ഏരിയകളുണ്ടെങ്കിൽ അതൊക്കെ കമന്റ് ചെയ്യുക. അതൊക്കെ ഞാനൊരു ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ വരും. അപ്പോൾ നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു മക്കളെ. അപ്പൊ ഞാൻ നിങ്ങൾക്കൊരു ഹോംവർക്ക് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ തരികയാണ്. ഈ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അതേ പിക്ചർ തന്നെയാണ്, അതിനകത്ത് ഞാൻ സംഖ്യകൾ, നമ്പറുകളൊക്കെ മാറ്റിയെന്നുള്ളൂ. അങ്ങനെയെങ്കിൽ നിങ്ങൾ സ്പീഡ് കാണണം, വെലോസിറ്റി കാണണം, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഏതാണ് ഉദ്ദേശിക്കുന്നത്, എയിൽ നിന്ന് തുടങ്ങി ബി വഴി സിയിലേക്ക് തന്നെ എത്തി എന്ന് വിചാരിക്കുക. എയിൽ നിന്ന് തുടങ്ങി ബി വഴി സി വഴി വീണ്ടും എയിലേക്ക് തന്നെ എത്തി എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ എയിൽ നിന്ന് തുടങ്ങിയിട്ട് എയിൽ തന്നെ എത്തണം. അങ്ങനെയെങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്ത അതേ പ്രോബ്ലം തന്നെയല്ലേ ഇവിടെ വന്നത്. കറക്റ്റ് അല്ലേ മക്കളെ? അപ്പൊ ഇനി ഈ ഒരു ചാപ്റ്റർ, മോഷൻ എന്നുള്ള ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഫസ്റ്റ് ചാപ്റ്റർ ഈസി ചാപ്റ്റർ ആണ്, പക്ഷെ സെക്കൻഡ് ചാപ്റ്ററിനകത്ത് ഒരുപാട് കൺസെപ്റ്റുകളും ഒരുപാട് പ്രോബ്ലങ്ങളും പഠിക്കാണ്ട്. അതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു റഫ് പേപ്പർ എടുക്കുക, അതിനകത്ത് നിങ്ങൾ പിക്ചറൊക്കെ വരയ്ക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പറുകളെ കൊടുത്ത് ഇതുപോലെ എന്ത് ചെയ്യുക, എക്സാമ്പിളുകൾ ചെയ്ത് പഠിക്കുക. അപ്പൊ നിങ്ങൾ എല്ലാവരും പഠിക്കുന്നത് എനിക്കറിയാം മക്കളെ. അപ്പൊ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, താഴെ കമന്റ് ചെയ്യണം. അതോടൊപ്പം ഈ ക്വസ്റ്റ്യന്റെ ആൻസറിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കണം. അപ്പൊ എല്ലാവരും വളരെ ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ആൻസർ ചെയ്യുക. അപ്പൊ എന്താ ചെയ്യുക, നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും. ഉഷാറായിട്ട് പഠിക്കുക. അടുത്ത ഓൺ എക്സാമിന് നല്ല മാർക്ക് നേടാൻ പറ്റട്ടെ. നിങ്ങളൊപ്പം സൈലമുണ്ട്. ഓക്കെ.